ഹായ്, ഹലോ, അസ്സാം വലൈക്കും. 2-3 ദിവസമായി ഞാൻ പുറത്തു പോയിട്ട്. ചുമയും ജലദോഷമാണ്, അതുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത്. ഇന്ന് അദ്ദേഹം വന്നപ്പോൾ കുറച്ച് മലക്കറിയും വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. സാധാരണ അത് പതിവുള്ളതല്ല. ഞാനിങ്ങനെ മലക്കറി വാങ്ങി സ്റ്റോർ ചെയ്യാറില്ല. സാധാരണ ഞാൻ നാളത്തേക്കുള്ള മലക്കറി ഇന്ന് വാങ്ങും, ഇന്ന് പുറത്തു പോയിട്ട് വരുമ്പോൾ വാങ്ങും, അങ്ങനെയാണ് പതിവ്. ഇന്ന് ഇത്രയും മലക്കറി അദ്ദേഹം വാങ്ങിയിട്ട് വന്നപ്പോൾ എന്നാൽ ഇതൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയില, തക്കാളി ഇത്രയും മാത്രമാണ് എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് ഇത്രയും എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിലുണ്ടാവും. ഞാനൊരു മലക്കറിയും കഴുകി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറില്ല. ഉപയോഗിക്കുന്ന സമയത്ത് കഴുകിയെടുക്കും, അത്ര തന്നെ. ഇത് എൻ്റെ കയ്യിൽ ഇത്രയും മുരിങ്ങ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇത് ഏകദേശം 2 ആഴ്ചയോളം ആയിട്ടുണ്ടാവും. ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ ഈ കണ്ടെയ്നറിലാക്കി വെച്ചതാണ്. ഈ ബോക്സ് എല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കൊന്നും എൻ്റെ കയ്യിലില്ല. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് 1-2 വർഷത്തോളം ആയിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ വെക്കുമ്പോൾ ആഴ്ചകളോളം ഒരു കേടും കൂടാതെ ഇരിക്കും, ഇങ്ങനെ തന്നെ ഇരിക്കും. എൻ്റെ വീഡിയോയ്ക്ക് നല്ല നീളമുണ്ട്. ബോറടിക്കുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിൽ തന്നെ ഇത് പറയണമെന്ന് ഞാൻ ഓർത്തിരുന്നതാണ്. പിന്നീട് അത് എപ്പോഴോ മറന്നുപോയി. തുടങ്ങിയപ്പോഴേക്കും അത് മറന്നുപോയി. ഇപ്പൊ വീണ്ടും ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. ഞങ്ങൾ 2 ആളും മാത്രമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും, മലക്കറി ആയിരുന്നാലും എന്ത് സാധനമായിരുന്നാലും ഒരുപാടൊന്നും ഞങ്ങൾ വാങ്ങി സൂക്ഷിക്കാറില്ല. ഉരുളക്കിഴങ്ങും ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. കാരണം ഞങ്ങൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒരുപാട് യൂസ് ചെയ്യാറില്ല. എന്നാൽ എനിക്ക് ഉരുളക്കിഴങ്ങ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ആവശ്യം വരുന്നോ അപ്പോഴെടുക്കാം എന്നുള്ള കരുതി ഇതുപോലെ വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അത് എത്ര ദിവസമാണെങ്കിലും ചിലപ്പോൾ 2 ആഴ്ച വരെയൊക്കെ ഇരിക്കുക, 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ കുരിപ്പൊന്നും വരാതെ അങ്ങനെ ഇരിക്കും. മല്ലിയില വാങ്ങിയിട്ട് ഇതുപോലെ അതിൻ്റെ വേരിന് തൊട്ട് മുകളിൽ വെച്ച് കട്ട് ചെയ്യും. കട്ട് ചെയ്തത് ഞാൻ കളയാറില്ല. അത് ചെടിച്ചട്ടിയിൽ കൊണ്ട് നട്ടു വയ്ക്കും. അത് നന്നായി പൊടിച്ചു വരാറുണ്ട്. മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഒന്നും ഞാൻ കഴുകാറില്ല. മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഒന്നും ഞാൻ കഴുകി സൂക്ഷിക്കാറില്ല. അതിനകത്ത് അഴുകിയ ഇല വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് സൂക്ഷിക്കാറാണ് പതിവ്. ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് കഴുകി ഉപയോഗിക്കും. ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്. ഇതെൻ്റെ കയ്യിൽ വന്നിട്ട് ഏകദേശം ഒരു 14-15 വർഷത്തോളം ആയിട്ടുണ്ടാവും. ഇതിൽ പ്രസ് ചെയ്താൽ വെള്ളം വരും. അടുത്തതിൽ പ്രസ് ചെയ്താൽ ഐസ് ക്യൂബ് വരും. ഇതിൽ നമ്മൾ വെള്ളം പിടിച്ച് സ്റ്റോർ ചെയ്യൊന്നും വേണ്ട. ഫ്രിഡ്ജിൻ്റെ പുറകിലൊരു ഫിൽറ്റർ
ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വയറ് ഡയറക്റ്റ് പൈപ്പിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. മക്കൾ വരുമ്പോൾ ഓൺ ചെയ്യും. ഈ ചെറിയ ട്രേയിലാണ് ഞാൻ ബട്ടറും ചീസും ഒക്കെ സൂക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എഗ് ട്രേ ആണ്. ഞാൻ അതിൽ മുട്ട വയ്ക്കാറില്ല. കുപ്പിയിൽ വെള്ളം വെച്ചിരിക്കുന്നത് ഞാനെടുത്ത് ഇടയ്ക്ക് മുഖം കഴുകും. മുകളിലത്തെ തട്ടിൽ ഞാൻ പാല്, ജാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. മക്കളും കൊച്ചുമക്കളൊക്കെ ഉള്ളപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലം തികയാറില്ല. ഞങ്ങൾ മാത്രമായതുകൊണ്ടാണ് ഫ്രിഡ്ജ് കാലിയായിട്ടിരിക്കുന്നത്. ടാങ്ക് മോൻ വന്നപ്പോൾ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. സമയമായപ്പോൾ എനിക്ക് മറന്നുപോയി, കൊടുക്കാൻ പറ്റിയില്ല. നോട്ട് സോപ്പും ചില്ലി സോസും അതും മോന് വേണ്ടി വാങ്ങിയതാണ്. അവൻ മൊത്തം 3 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം അവൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് ബാക്കി വന്നത്. ഡ്രോയറെല്ലാം കാലിയാണ്, ഒന്നുമില്ല. ഇനി ഫ്രീസർ നോക്കാം. 4-5 തേങ്ങ ഒന്നിച്ച് വാങ്ങി ഇതുപോലെ തിരികെ ഫ്രീസറിൽ സൂക്ഷിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചപ്പോൾ അല്പം കൂടുതലുണ്ടായിരുന്നു. കുറച്ചെടുത്ത് ഞാനത് ഐസ് ട്രെയിലാക്കി വെച്ചു. കുറച്ച് തേങ്ങ ഞാൻ ഇതുപോലെ എടുത്ത് വറുത്ത് വയ്ക്കാറുണ്ട്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഷോപ്പിലെ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്ന് വാങ്ങി തന്നതാണ് ഐസ്ക്രീം. ഞാൻ ഇതുവരെ കഴിച്ചു തീർത്തില്ല. ഇത്രയുമാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റും അയക്കണേ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.